തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വീണ്ടും പരിശോധന നടത്തി ശബരിമല സ്വർണ്ണ കവർച്ച കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദേവസ്വം ആസ്ഥാനത്ത് എത്തിയത്. കേസിലെ അന്തിമ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് SIT ദേവസ്വം ആസ്ഥാനത്ത് എത്തിയത്. വീണ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകുവാൻ. വീണ, എന്താണ് ഇത് സംബന്ധിച്ച ഏറ്റവും പുതിയ വിവരങ്ങൾ? അല്പസമയങ്ങൾക്ക് മുമ്പാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് പ്രത്യേക അന്വേഷണ സംഘം SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ എത്തിയത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് അവർ കയറും മറ്റു ഉദ്യോഗസ്ഥരിൽ നിന്ന്, അതായത് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് ഈ കേസിന്റെ ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ തേടി എന്നുള്ളതാണ്. അവസാനവട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹൈക്കോടതിയിൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കേണ്ട അവസാന തീയതി 20-ാം തീയതിയാണ്. അപ്പോൾ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതിന് മുന്നോടിയായി തന്നെയാണ് കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി 2019 സ്വർണ്ണ കവർച്ച കേസുമായി ബന്ധപ്പെട്ടുള്ള കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇവിടെ എത്തിയത്. അവസാനവട്ട സാങ്കേതിക നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇവർ എത്തിയെന്നുള്ള ഒരു പ്രാഥമിക വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഔദ്യോഗിക പ്രതികരണത്തിന് SIT സംഘമോ ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. എന്തായാലും വിവരങ്ങൾ തേടിയിട്ടുണ്ട്. ഫയലുകൾ കൊണ്ടുപോയെന്നുള്ള ഒരു പ്രാഥമിക വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. മാത്രമല്ല 2025 സ്വർണം പൂശുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് അതിന്റെ നടപടികളിലേക്ക് കടക്കുവാനും SIT സംഘം ആലോചിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവുകളും മറ്റു വിവരങ്ങളും ശേഖരിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും റിപ്പോർട്ട് സമർപ്പിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ഔദ്യോഗിക നടപടികളുടെ ഭാഗമായി വന്നു പോകുന്നതാണ് എന്ന് നമുക്ക് ഈ സമയത്ത് പറയാൻ സാധിക്കുമോ? തീർച്ചയായും ഈ കുറ്റപത്രം സമർപ്പിക്കേണ്ടതുണ്ട്. ഈ കേസ് അന്വേഷണം ഇടയ്ക്ക് മന്ദഗതിയിൽ പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയുമായി ബന്ധപ്പെട്ട് വളരെ ചുരുങ്ങിയ പ്രതികൾ മാത്രമാണ് പ്രതിപട്ടികയിലുള്ളത്. പലരുടെ ഉന്നതരുടെ പേരുകളടക്കം ഉണ്ട്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിവരങ്ങൾ ലഭിച്ചു എങ്കിൽ പോലും ഉന്നതരിലേക്ക് കൂടുതൽ അന്വേഷണം വ്യാപിക്കാത്ത സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ മറ്റു പരിശോധനകൾ പലതവണ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തെത്തി SIT സംഘം മൊഴി രേഖപ്പെടുത്തുകയും വിശദാംശങ്ങൾ ചോദിച്ചറിയുകയും ഫയലുകൾ പരിശോധിക്കുന്ന നടപടിക്രമങ്ങൾ ഇതിനു മുമ്പ് മാസങ്ങൾക്ക് മുമ്പ് നടന്നിരുന്നു. അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളിൽ അന്ന് ശേഖരിച്ച തെളിവുകളിലെ സംശയങ്ങളിലോ കൂടുതൽ വ്യക്തത തേടുന്നതിനായിട്ടാണ് വീണ്ടും ദേവസ്വം ബോർഡ് ആസ്ഥാനത്തേക്ക് എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവരങ്ങളിൽ, അതായത് നേരത്തെ ഉൾപ്പെടുത്തിയിരുന്ന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ഉൾപ്പെടുത്തുവാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. മാത്രമല്ല ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തെളിവ് ശേഖരണത്തിന്റെ ഭാഗമായി ആദ്യം തന്നെ നടപടികൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി തന്നെ വിശദമായി തന്നെ മൊഴിയെടുത്തിരുന്നു. അതിൽ ചില വ്യക്തതകൾ തേടുന്നതിനായിട്ടാണ് ഇവിടെ എത്തിയതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭ്യമാകുന്നത്. ശരി, വ്യക്തമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് വീണ്ടും പരിശോധന നടത്തി ശബരിമല സ്വർണ്ണക്കവർച്ച കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ് പരിശോധന നടത്തുന്നത്. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ദേവസ്വം ആസ്ഥാനത്ത് എത്തിയത്. വീണയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.